CPM-നെതിരെ ചൂണ്ടുവിരലുമായി മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുറത്തിറങ്ങി. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് C. മാത്യുവാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. കനത്ത സുരക്ഷയിലായിരുന്നു ചടങ്ങുകൾ. CPM-ന്റെ എതിർപ്പിനെ മറികടന്ന് ചടങ്ങിൽ പങ്കെടുക്കാൻ വലിയ ജനാവലിയാണ് എത്തിയത്. ആയിരങ്ങളെ സാക്ഷിയാക്കി ജോസഫ് C. മാത്യു പുസ്തക പ്രകാശനം നിർവഹിച്ചു. പുസ്തക പ്രകാശനത്തിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ കുഞ്ഞികൃഷ്ണൻ കൂടുതൽ വെളിപ്പെടുത്തലും നടത്തി. രക്തസാക്ഷി ഫണ്ട് മുൻ ഏരിയ സെക്രട്ടറി KP മധു കട്ടെന്നും പറ്റുമെങ്കിൽ തനിക്കെതിരെ കേസ് കൊടുക്കട്ടെയെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇത്തരം കണക്കുകൾ അംഗീകരിക്കാൻ വേണ്ടിയാണ് KP മധുവിനെ ഏരിയ സെക്രട്ടറി ആക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതെല്ലാം അവതരിപ്പിച്ചാൽ പാസാക്കി പോകാൻ സാധിക്കുന്ന ഒരു സെക്രട്ടറി വേണം എന്ന് അയാൾ നേരത്തെ കരുതിയിരുന്നു. അതുകൊണ്ടാണ് 2017 കരിവള്ളൂർ സമ്മേളനത്തിൽ അയാളുടെ പിൻഗാമിയായി KP മധുവിന് KP മധു കട്ടിട്ടുണ്ട് ഈ രക്തസാക്ഷി ഫണ്ട്. KP മധു എനക്കെതിരെ കേസ് കൊടുക്കട്ടെ. കേസിനെ കുറിച്ച് പലരും പറയുന്നുണ്ടല്ലോ. KP മധു എനക്കെതിരെ കേസ് കൊടുക്കട്ടെ. ഈ രക്തസാക്ഷി ഫണ്ട് കട്ടിട്ടുണ്ട് ഈ KP മധു. TI മധുസൂദനൻ ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാകണം. കാര്യങ്ങൾ പറയാൻ തനിക്കൊരു രേഖയും വേണ്ട, മനഃപ്പാടമാണ്. നിങ്ങൾ നിശ്ചയിക്കുന്ന വേദിയിൽ താൻ വന്നുകൊള്ളാമെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇത് വെല്ലുവിളിയൊന്നല്ല. നിങ്ങൾ അങ്ങനെ ഒരു സംവാദത്തിന് തയ്യാറാകണമെന്ന് അവരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ആരുടെ മുമ്പിലും ഈ കണക്കുകൾ ബോധ്യപ്പെടുത്താൻ എനിക്ക് ഒരു രേഖ ആവശ്യമില്ല ഈ കാര്യങ്ങൾ പറയാൻ. കാരണം എനിക്ക് മനഃപ്പാടാണ് ഈ കാര്യം. പാർട്ടിയിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുന്നതിന് പകരം സംരക്ഷകരായി മാറുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വി കുഞ്ഞികൃഷ്ണന്റെ തുറന്നു പറച്ചിലിന് മറുപടി കൊടുക്കാൻ വരും ദിവസങ്ങളിൽ CPM നേതൃത്വം പാടുപെടാനാണ് സാധ്യത. ജനം, കണ്ണൂർ.